എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഒന്നുകൂടി ശ്ലോകം നോക്കാം. വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപ വാസുദേവ പരോ ധർമ്മോ വാസുദേവ പരാഗതി. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. ജ്ഞാനം വാസുദേവ പരം, തപഃ വാസുദേവ പരം, ധർമ്മഃ വാസുദേവ പരാ, ഗതി വാസുദേവ പരാ. അന്യം ഒന്നുകൂടി നോക്കാം. ജ്ഞാനം വാസുദേവ പരം, തപഃ വാസുദേവ പരം, ധർമ്മ വാസുദേവ പര, ഗതി വാസുദേവ പരാ. ഇനി ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. വാസുദേവ പരം ജ്ഞാനം തപഃ ധർമ്മഃ ഗതി. ഒന്നുകൂടി പദം നോക്കാം. വാസുദേവ പരം ജ്ഞാനം തപഃ ധർമ്മഃ ഗതി. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം. വാസുദേവ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ഭഗവാൻ വാസുദേവൻ. പരം പരഹ പരാ ലക്ഷ്യമാക്കിയ അല്ലെങ്കിൽ പരമമായ. അടുത്തത് ജ്ഞാനം, ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവ്, ആത്മജ്ഞാനം. തപഃ തപസ്, ആത്മനിയന്ത്രണം. ധർമ്മഃ ധർമ്മം, ന്യായമായ മാർഗം. ഗതി അന്തിമമായ ഗതി അല്ലെങ്കിൽ ലക്ഷ്യം, പ്രാപ്യം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. മുൻ ശ്ലോകത്തിൽ പറഞ്ഞത് വേദങ്ങളും യജ്ഞങ്ങളും യോഗങ്ങളും എല്ലാം വാസുദേവനിലേക്കാണ് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലായിട്ട് നമ്മൾ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു. ജ്ഞാനം വാസുദേവനെ അറിയാനായിട്ട്, തപസ് വാസുദേവനെ പ്രാപിക്കാനായിട്ട്, ധർമ്മം വാസുദേവനെ പ്രസാദിപ്പിക്കാനായിട്ട്, ഗതി വാസുദേവനിലേക്കാണ്. ഇവിടെ ഭാഗവതം പറയുന്നു മാർഗം മാത്രമല്ല ഫലവും വാസുദേവനാണ്. ആത്മജ്ഞാനം ഭഗവാനെ വിട്ട് പൂർണ്ണമല്ല. തപസ് ഭഗവാനെ ലക്ഷ്യം വയ്ക്കാതെ പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല. ധർമ്മം ഭഗവാനായിക്കൊണ്ടല്ലാതെ ചെയ്താൽ അവ അപൂർണമാകും. ജീവിതത്തിൻ്റെ അവസാനഗതിയും വാസുദേവനാണ്. ആരംഭവും അവസാനവും ഭഗവാൻ തന്നെയാണ് എന്ന് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നു. ഭാഗവത പഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.